ഞാൻ പക്ഷെ വല്ലപ്പോഴും അടിക്കത്തുള്ളെങ്കിലും നല്ല കീറും. ആ നിനക്ക് ഒറ്റ തടിയാണേ, ചെറുപ്പാണ്, എന്ത് വേണേ ആവേ. എന്നാലും ഞാൻ ആലോചിക്കുന്ന കണ്ടുകൂടാത്ത മാമൻ എന്നോട് കാണിക്കുന്ന സ്നേഹമേ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. രാത്രിയിൽ ഇരുട്ടടി പേടിച്ചിട്ട് കോടതി, പോലീസ് സ്റ്റേഷൻ എന്തൊക്കെയാ സംഭവിക്കാന്ന് കരുതിയതല്ലേ, എല്ലാം വളരെ ഈസി ആയിട്ട് നീ പരിഹരിച്ചില്ലേ? അതാണ്. ഓ സമാധാനത്തോടെ നിന്ന് കടന്നുറങ്ങാം. കഴിക്കുമ്പോഴുള്ള വിനയം കാണുമ്പോൾ എനിക്കങ്ങോട്ട് ഞാൻ നിർത്തിട്ടോ. അതാരിയെ കനകമ്മച്ചമ്പി കണ്ടോണ്ട് വന്ന ഇന്ന് രാത്രി പിന്നെ അത് മതി. ഓ ഒരു ശീലമില്ലാത്തവൻ അടിക്കണ അടിയോ. ഫസ്റ്റ് പഗ് അടിക്കുമ്പോൾ എന്നായാലും ഷക്കീലയുടെ സിനിമ കണ്ടോ ഒരു കുളിര് പോരക്കുവാ. നിന്റെ പ്രായത്തിലൊക്കെ ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു. മാമനോട് എനിക്കൊരു കാര്യം പറയാം. ശരിക്കും മാമൻ ഇവിടെ തന്നെ താമസിക്കണം. ഈ വീടിനൊരു നാദരില്ലാ കളരിയുടെ ഒരു ഫീൽ അടിക്കുന്നുണ്ട്. അച്ചമ്മയും മച്ചമ്മയുടെ എപ്പോഴും വഴക്കും മക്കളാണ്. അതൊക്കെ സ്വാഭാവിക. എടാ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നില്ലേ. ഞാൻ കല്യാണം കഴിക്കണതിൻ്റെ മുമ്പ് കനകനും ഞാനും ക്ലീറ്റ് ഒഴിവുള്ള ദിവസം മുഴുവൻ വെള്ളടിയും പാട്ടും കുത്തും നല്ല സുഖമായിരുന്നു. ഇതിൽ അസൂയ മൂത്ത നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കൂടി എന്നെ ഒരു പെണ്ണിനെ തലയിലങ്ങോട്ട് വെച്ച് തന്നു. അന്ന് തീർന്നു എൻ്റെ സ്വാതന്ത്ര്യം. പിന്നെ മാമയുടെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചൂടെ? ഇപ്പം തന്നെ 2 വീട്ടിൽ നടക്കുന്ന പുകില് കണ്ടാൽ മതി. ഞാൻ അവളും കൂടിയേ വരണ്ടു ഇവിടെ. അതൊന്നും മാമ എനിക്ക് വേണ്ടി കനകമ്മച്ചമ്മയോട് കാര്യമായിട്ട് സംസാരിക്കണം. പുള്ളിക്കെന്നെ അങ്ങോട്ട് ഒരു വിലയില്ലായ്മയുണ്ട്. അമ്മ കൂടെ കിട്ടിയ വാങ്ങനൊക്കെ എനിക്കിട്ട് ചൊറിയുന്നുണ്ട്. ലില്ലിപ്പെണ്ണ് പാവാണ്ട് അവളൊന്നും മിണ്ടാതെ അയച്ചങ്ങ് നിൽക്കുക. നമ്മുടെ വീടല്ല നമുക്ക് വന്ന് കയറിയൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിതൊക്കെ ആരോഗ്യം വിഷമം വരും. അല്ല, കുടുംബത്തിന് ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ പിന്നെ ഇവിടെ നിൽക്കണോണ്ട് ഒരു കുഴപ്പമില്ല. നല്ലത് പറയിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് അത്രേ വേണ്ടുള്ളൂ. ഞാനെന്തൊക്കെ ചെയ്താലും കുടുംബത്തിൽ അവസാനം ആട്ടും തുപ്പുമല്ലേ ഉള്ളൂ. അല്ല, അത് പിന്നെ ഉപകാരമില്ലാണ്ട് വരുമ്പോഴല്ലേ. ഇപ്പം എന്നെ ആരും ഒന്നും പറയില്ല. എന്തേ ചേട്ടാ, അപ്പം നിനക്ക് വേണമെങ്കിൽ ഒന്ന് ആദ്യം പറയണ്ടേ? അതിൽ ഇനിയൊരു തുള്ളിയൊക്കെ ഉണ്ടാവും, അത് വേണം കഴിച്ചോ. എനിക്ക് വേണ്ട. അല്ല സാറില്ല, അത് കഴിച്ചോ. ഇപ്പൊ തങ്കപ്പന്റെ പ്രശ്നമൊക്കെ തീർന്നായിരുന്നല്ലേ? ഓ ഞാൻ പോയി സോൾവ് ആക്കിയല്ലോ. അതവിടെ തീർന്ന്. മറ്റേ പറഞ്ഞില്ലേ ഇവിടെ കാര്യം? അതിന് ശേഷം നടന്ന കാര്യം നീ പറഞ്ഞില്ലേ? സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഒരു വിളി വന്നിട്ടുണ്ട്. അതെന്തിനാ അത് കോംപ്രമൈസ് ആയല്ലോ? കുപ്പിയെടുത്തതിനാണ്, ആഘോഷിക്കാനല്ലേ? ഓർമ്മ വേണ്ടി വരും ചിലപ്പോൾ. അടുത്ത കോംപ്രമൈസ് ചെയ്യാം. എങ്കിൽ പിന്നെ അന്നേരം പറഞ്ഞ ടീം ഇപ്പൊ താനം കൊണ്ടുവരുത്. ഇനി രാത്രി അവന്മാരെ ഇവിടെ പോയി അത് വിട്. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ? തങ്കപ്പന്റെ പ്രശ്നം തീർന്ന് രാമേന്ദ്രന്റെ പ്രശ്നം തുടങ്ങിയതേ ഉള്ളൂ. അതെങ്ങനെയാടാ? തങ്കപ്പൻ ഫോണിൽ പറഞ്ഞോട് റൊണാൾഡോ അങ്ങോട്ട്. എന്താണ്ടായി? അത് പിന്നെ തങ്കപ്പണ്ണനെ കണ്ട് സോൾവ് ചെയ്ത് ഞാൻ ഫോണിൽ മാമനെ വിളിച്ച് സംസാരിപ്പിച്ച ഓർമ്മയില്ലേ? കേസും കൊടുക്കില്ല, ക്ഷമിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ രാമേന്ദ്രന് ഒരേ സൂക്കേട്. അയാളുടെ സ്റ്റാഫിനെ അടിച്ച ഗിരിമാമനെ അയാൾ തല്ലിയിട്ടേ കോംപ്രമൈസിന് ഇരിക്കത്തുള്ളെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു ഒറ്റക്കാലെ വാശി പിടിച്ചൊരൊറ്റ നിപ്പ. ഞാൻ കുറെ തവണ കാല് പിടിച്ചു നോക്കി. അപ്പൊ അയാൾ കൂസാക്കുന്നില്ല. മാമനെ വീട്ടിൽ കയറി അടിക്കും, മാമനെ അതേപോലെ കട്ടിലെ കിടത്തും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. പിന്നെ മനുഷ്യൻ കേട്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ. ദേഷ്യം വന്നപ്പോൾ മാമന്റെ കൂട്ടി ഞാനൊരു ചെറിയ അബദ്ധം കാണിച്ചു. എന്ത്? അവിടെ വാഴയ്ക്ക് ഒത കുത്തിയിരുന്ന ഒരു കാറ്റാടിക്കാരെ എടുത്ത് അയാളെ കാലടിച്ചങ്ങ് കുടിച്ചു. ആ കാലം കൊണ്ട് അയാൾ ഇനി വന്ന് മാമനൊന്നും ചെയ്യട്ടെ, ഞാനൊന്ന് കാണട്ടെ. ഞാനുണ്ട്. നേരത്തെ തൊഴിലാളിയെ തല്ലിന്റെ പേരിൽ ചെറിയൊരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഉടമയെ ഗുണ്ടയെ വിട്ട് കാല് തല്ലി ഒടിച്ചതിന്റെ കേസ് അമ്മാവിന്റെ പേരിൽ. 2 നാൾ രാവിലെ സ്റ്റേഷൻ വരണം. ഞാനും പറഞ്ഞു. പിന്നെ ആരാ അടിച്ചത്? ആരാ അടുപ്പിച്ചത്? അല്ലെങ്കിൽ അന്നേ പറയാറുള്ളത് ആ കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത മഹാദ്രോഹിയാണ് ഈ റൊണാൾഡ്. ഈ വൃത്തി കെട്ടാനൊക്കെ കുടുംബത്ത് കയറി ആ കുടുംബം നന്നായ ചരിത്രം ഉണ്ടോ? കപ്പലണ്ടി